ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡി ഡി കുക്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു നാടൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളെപ്പോഴും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മൺചട്ടിയിൽ നല്ല വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കലം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉലുവ, പെരിഞ്ജീരകം, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും കൂട്ടി ചതച്ചത്, ഒരു പകുതി സവോളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഉലുവയും 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ നാത്തൂനാണ് കേട്ടോ. നാത്തൂൻ്റെ സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ചുവന്നുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുവന്നുള്ളിയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മളെ കറിക്ക് കുറച്ചും കൂടി തിക്നെസ് ഉണ്ടാവും. പിന്നെ ഒരു പകുതി സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവോള ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടുതൽ ചുവന്നുള്ളി ചേർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവോള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി സവോള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂട്ടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സവോളൊക്കെ നല്ല സോഫ്റ്റായി വരണം കേട്ടോ. ഈ ഉള്ളിയും എല്ലാം ഒന്ന് സോഫ്റ്റായി വരണം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. ഈ സവോള നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് നല്ലോണം ഉടഞ്ഞിട്ട് ഈ കറിയുമായിട്ടാണ്ട് യോജിക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കയ്യിൽ യൂസ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിവിടെ ആവട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുണ്ടുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇതൊക്കെ ചെയ്തു വന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി വന്നിട്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കലി യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിനോട് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ആയി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാലയുടെ പൊടികളില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല എല്ലാ ഭാഗത്തൊക്കെ ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ആ മണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മസാലപ്പൊടി കലക്കിയില്ല, ആ പാത്രത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട, ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ വാളംപുളി കുറച്ച് മുന്നേ തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാളംപുളിയുടെ വെള്ളം പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വരും കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. തിളച്ച് വന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം തിളച്ചിട്ട് ഈ കറിയൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ചിട്ട് ഇങ്ങനെ വറ്റി തുടങ്ങണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അയലയാണ് കേട്ടോ. അയല നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ.
നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് ഈ മീൻ വേവാൻ ആവശ്യത്തിനുള്ള അത്രയും സമയത്തിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അയല തന്നെ വേണമെന്നില്ല, നമ്മളെ കയ്യിൽ ഏത് മീനാണെങ്കിലും നമുക്കിങ്ങനെ കറി വെച്ചെടുക്കാം കേട്ടോ. എന്നാൽ ചാളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആവും കേട്ടോ. അത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കറിയൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്, മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കറി ഈ അടുപ്പത്തിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാലും കുറച്ച് സമയം കൂടി ഈ കറി ഇങ്ങനെ കിടന്ന് തിളക്കും കേട്ടോ. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അത്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അയല മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാനും കൂടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.